തുടങ്ങിവെച്ച പദ്ധതികളെല്ലാം വലിയ വിജയമാക്കിയ ചരിത്രമാണ് ലുലു ഗ്രൂപ്പിനുള്ളത്. ഏത് നാട്ടിൽ പുതിയ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാനാണ് ലുലു ഗ്രൂപ്പ് എപ്പോഴും നോക്കിയിട്ടുള്ളത്. എന്നാൽ ഒന്ന് രണ്ട് രാജ്യങ്ങളിലെ റീറ്റെയിൽ മേഖലയിൽ നിന്നും ലുലുവിന് അപ്രതീക്ഷിതമായ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. മലേഷ്യയിലാണ് ലുലു ഗ്രൂപ്പിന് ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നിരിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിലെ തങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ലുലു മലേഷ്യയിൽ പുതിയൊരു സ്റ്റോറും തുറന്നത്. എന്നാൽ രാജ്യത്തെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് ലുലു ഗ്രൂപ്പ് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിലും രാജ്യത്തെ മൊത്ത വ്യാപാര വിഭാഗം തുടർന്നു പ്രവർത്തിക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ റീറ്റെയിൽ വിഭാഗം അടച്ചുപൂട്ടി, പക്ഷേ മൊത്ത വ്യാപാര വിഭാഗം പ്രവർത്തനം തുടരും എന്നാണ് ലുലു ഗ്രൂപ്പിന്റെ മലേഷ്യൻ ഓപ്പറേഷൻസ് വക്താവിനെ ഉദ്ധരിച്ച് ദ എഡ്ജ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജൂൺ 9 തന്നെ ഫലപ്രദമായ പ്രവർത്തനം അവസാനിപ്പിച്ചതായുള്ള നോട്ടീസ് കോലാലംപൂരിലെ ക്യാപ് സ്ക്വയറിൽ സ്ഥിതി ചെയ്യുന്ന ലുലുവിന്റെ മലേഷ്യയിലെ ആദ്യ ഔട്ട്ലെറ്റിന്റെ വാതിലിൽ പതിപ്പിച്ചത്. അടച്ചുപൂട്ടലിന്റെ ഭാഗമായി ഈ വർഷം ആദ്യം മുതൽ ലുലു മലേഷ്യയിലെ ഔട്ട്ലെറ്റുകളിൽ വിവിധ പ്രൊമോഷനുകളും ക്ലിയറൻസ് വിൽപ്പനകളും നടത്തിയിരുന്നു. 2016 മലേഷ്യ റീറ്റെയിലിൽ മാർക്കറ്റിലേക്കുള്ള ലുലു ഗ്രൂപ്പിന്റെ കടന്നുവരവ്. ആദ്യ ഔട്ട്ലെറ്റ് കോലാലംപൂരിലെ ക്യാപ്ക്വറയിൽ തുറന്നതിനോടൊപ്പം തന്നെ 5 വർഷത്തിനുള്ളിൽ രാജ്യത്ത് പുതിയ 10 ഔട്ട്ലെറ്റുകൾ തുറക്കും എന്നായിരുന്നു പ്രവചനം. 1.3 ബില്യൺ, അതായത് ഏകദേശം $300 മില്യൺ ആണ് ഇതിന് നിക്ഷേപിച്ചിരിക്കുന്നത്. കമ്പനി വ്യക്തമാക്കിയതാണ് ഈ ഒരു കണക്കുകൾ. എന്നാൽ ജോഹോർ ബാഹ്റുവിലെ പുതിയ സ്റ്റോർ അടക്കം മലേഷ്യയിലെ ആകെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ മാത്രമായിരുന്നു കമ്പനിക്ക് ഉണ്ടായിരുന്നത്. കോട്ട, ബാരു, ഷാ ആലം, ബാഗി, ഐപ്പോ, മലാക്ക തുടങ്ങിയ സ്ഥലങ്ങളിലും പുതിയ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ ലുലു ആഗ്രഹിച്ചിരുന്നു എങ്കിലും പദ്ധതികൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. മലേഷ്യയിലെ ഹൈപ്പർ മാർക്കറ്റുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ലുലു ഗ്രൂപ്പിനെ പ്രേരിപ്പിച്ച കാരണങ്ങൾ കൃത്യമായി വ്യക്തമാക്കിയില്ലെങ്കിലും തിരഞ്ഞെടുത്ത ഔട്ട്ലെറ്റ് ലൊക്കേഷനുകളിലെ കുറഞ്ഞ ഉപഭോക്തൃ സാന്നിധ്യവും മത്സരാധിഷ്ഠിത വിപണിയിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തതുമാണ് പ്രധാന കാരണങ്ങളിൽ ഒന്നായി റീറ്റെയിലേഴ്സ് വ്യവസായ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ആളുകൾ വളരെ കുറവ് വരുന്ന മാളുകളിലായിരുന്നു ലുലു സ്റ്റോർ തുറന്നത്. മലേഷ്യയ്ക്ക് പുറമെ ഇന്തോനേഷ്യയിലും ലുലു ഗ്രൂപ്പിന്റെ ഈ ഒരു ഔട്ട്ലെറ്റും അടച്ചുപൂട്ടിയിട്ടുണ്ട്. ലുലു ഹൈപ്പർ മാർക്കറ്റ് ഏപ്രിൽ അവസാനത്തോടു കൂടിയാണ് അടച്ചുപൂട്ടിയത്. ഈ ഔട്ട്ലെറ്റിന്റെ അടച്ചുപൂട്ടലിന് മുന്നോടിയായി ക്ലിയറൻസും അതുപോലെ ഡിസ്കൗണ്ട് പ്രോഗ്രാമുകളും ലുലു ഗ്രൂപ്പ് സംഘടിപ്പിച്ചിരുന്നു. അതേസമയം GCC രാജ്യങ്ങളിലെയും ഇന്ത്യയിലെയും പ്രവർത്തനങ്ങൾ ലുലു ഗ്രൂപ്പ് കൂടുതൽ ശക്തമാക്കുകയാണ്. GCC രാജ്യങ്ങളിലും ഏഷ്യയിലെ മറ്റ് പ്രദേശങ്ങളിലുമായി 259 ഔട്ട്ലെറ്റുകളാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിലുള്ളത്. ഇന്ത്യയിൽ കൊച്ചി, ബംഗളൂരു, ലക്നൗ, കോയമ്പത്തൂർ, തിരുവനന്തപുരം, പാലക്കാട്, ഹൈദരാബാദ്, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ലുലുവിന് മാളുകളുള്ളത്. ഇതിൽ പുറമെ അഹമ്മദാബാദിൽ അടക്കം വലിയ മാളുകൾ ലുലു പണി തുടങ്ങിയിട്ടുമുണ്ട്. അതേസമയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ്. ഏകദേശം 20 ലക്ഷത്തോളം ചതുരശ്ര അടി വിസ്തൃതിയിൽ 2000 കോടി രൂപയിലേറെ ചിലവിട്ടുകൊണ്ടാണ് ലുലു നിർമ്മിക്കുന്നത്. ഇത്രയും വലിയ മാൾ തിരുവനന്തപുരത്ത് ആവശ്യമുണ്ട് എന്ന ചോദ്യവും ഉയർന്നിരുന്നു. അത്രയും ആളുകൾ വരുമോ എന്ന തുടക്കത്തിൽ അത്തരം സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നതും വ്യക്തമാണ്. ഉദ്ഘാടനത്തിന് പിന്നാലെ തിരുവനന്തപുരം നിവാസികൾ ലുലു മാളിനെ ഏറ്റെടുക്കുകയായിരുന്നു. നിലവിൽ പ്രവൃത്തി ദിവസത്തിൽ ശരാശരി 60,000-ലധികം ആളുകൾ തിരുവനന്തപുരത്ത് ലുലു മാൾ സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വാരാന്ത്യത്തിൽ ഇത് 70,000 മുതൽ 1,00,000 വരെയാകുന്നുമുണ്ട്. ഉത്സവ സീസണുകളിൽ ഇത് വീണ്ടും കുത്തനെ ഉയരുകയാണ്. ഇത്തരത്തിൽ ലുലു ഗ്രൂപ്പിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച തിരുവനന്തപുരത്തെക്കാരെ കുറിച്ച് ശ്രീരാജ് എസ് ആറ്റിങ്ങൽ എന്ന വ്യക്തി എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: തിരുവനന്തപുരം ലുലു മാൾ പരാജയപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ മാൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ചില തലസ്ഥാന വിരുദ്ധർ സഹായിക്കാനാകാതെ സോഷ്യൽ മീഡിയയിലൂടെ തിരുവനന്തപുരം ലുലു മാൾ ഇന്ത്യയിലെ ഏറ്റവും വലുതല്ല എന്ന രീതിയിൽ പ്രചാരണം അവരുടെ മനസ്സിലെ വിഷമം തീർത്തു. തിരുവനന്തപുരം ലുലു മാൾ പരാജയപ്പെടുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ എഴുതി പിടിപ്പിച്ചു. അതിലവർ ആത്മസംതൃപ്തിയും ഉണ്ടാക്കി. പക്ഷെ ദിവസങ്ങളുടെ ആയുസ് പോലും ആ ഒരു വാർത്തയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ ലുലുവിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിലൂടെ തിരുവനന്തപുരം ലുലു ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൾ എന്നും ഏറ്റവും കൂടുതൽ ഫുട്ഫാൾസ് ഉള്ളതും അവിടെയാണെന്നും വെളിപ്പെടുത്തി. പക്ഷേ എന്നാൽ ഇത് ലുലു മാളിൽ വരുന്ന ഓരോരുത്തരും ഒന്നടങ്കം പറയുന്നു: തിരുവനന്തപുരം ലുലു മാൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നത്. അതുകൊണ്ടാണ്
തിരുവനന്തപുരം ലുലു മാൾ ഈ അടുത്ത് സന്ദർശിച്ചിട്ടുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത്. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ മാളിലേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കാൻ കഴിയാത്ത അത്ര തിരക്കാണ്. ആ മാളിലും ഉൾക്കൊള്ളാൻ ആകാത്ത അത്ര ഒഴുക്കാണ് അങ്ങോട്ടുള്ളത്. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ പാർക്കിംഗ് നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളിലും 7 മണിയായാൽ ആക്കുളം പാലവും നിറയും. ലുലുവിൽ ഇപ്പോൾ വീണ്ടും പുതിയ മൾട്ടി ലെവൽ പാർക്കിംഗ് കെട്ടിടവും പുതുതായി പണിതിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ നഗരത്തിന്റെ പർച്ചേസിംഗ് പവറിനോട് 3-4 കിലോമീറ്റർ അപ്പുറം ഇത്ര റോഡിന് സമീപമുള്ള മാൾ ഓഫ് ട്രാവൻകൂറിലേക്ക് അതേ സമയത്ത് ഒന്നുപോയാൽ അവിടെയും ഇതുതന്നെയാണ് സ്ഥിതി. അവിടെ നിലവിലുള്ള ഫുഡ് കോർട്ട് തികയാഞ്ഞിട്ട് വീണ്ടും അത്ര വലുപ്പമുള്ള പുതിയതൊന്ന് തുടങ്ങിയിട്ടുമുണ്ട്. അദാനിയുടെയും ടോറസിന്റെയും ബ്രിഗേഡ് ഗ്രൂപ്പിന്റെയും ടെക്നോ സിറ്റിയുടെയും ഒക്കെ വരാനിരിക്കുന്ന പുതിയ മാളുകൾക്ക് കേരളത്തിലെ ഏറ്റവും ക്രൗഡഡ് സിറ്റിയിലേക്ക് സുസ്വാഗതം എന്നാണ് കുറിപ്പിന്റെ ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞത്.